ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു മിക്സഡ് റൈസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് ഇതുപോലെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഏകദേശം അത് ആയിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു 4 സവാള കനം കുറഞ്ഞ് അരിഞ്ഞത്, അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഒരു 5 അല്ലെങ്കിൽ 6 ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായി അരിഞ്ഞത്, അതുപോലെ സ്പൈസസ് ആയിട്ട് പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്ക ചതച്ചത്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അടുപ്പത്ത് വെച്ച് നമ്മളുടെ സ്പൈസസ് ഒക്കെ നല്ലോണം മൂപ്പിച്ചെടുക്കുക. വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ വലിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഗ്രീൻ പീസും. അപ്പോൾ നമുക്ക് അതുകൂടി പാനിലോട്ട് ഇടാം. അപ്പോൾ അതുകൂടി എടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി മറ്റു വെജിറ്റബിൾസ്, അതായത് ഗ്രീൻ പീസ്, അതുപോലെ ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. കൂടുതൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർക്കുന്ന പൊടികൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അതുപോലെ ഗരം മസാല, ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ തിളയ്ക്കണം. അതിനുശേഷം ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുമ്പേ ഗ്രീൻ പീസ് വേവിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ കയറി വന്ന ബിരിയാണീൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ മിക്സഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ ബിരിയാണീൻ്റെ ഒപ്പം നിൽക്കുന്ന നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്ന നല്ലൊരു മിക്സഡ് റൈസാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ഡെയിലി നമ്മൾ റൈസ് കൊടുത്തു വിടുമ്പോൾ അവർക്ക് ഒരു റൈസ് വേണ്ട അങ്ങനെ തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യും. അതുപോലെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവർ നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ ഒരുപാട് നിറയെ വെജിറ്റബിൾസും അതുപോലെ കുറച്ച് റൈസും ആയിട്ട് ഇങ്ങനെ മിക്സഡ് റൈസ് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ആണ്. അപ്പോൾ അവർക്ക് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഏകദേശം ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർത്തിട്ടുണ്ട്. എല്ലാവിടെയും ഇതിൻ്റെ മസാലയൊക്കെ എത്തുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതീയിൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡോ അല്ലെങ്കിൽ ഒരു പുതിനയില ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളുടെ റൈസ് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റൈസുകൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പൊടിച്ചമ്മന്തിയും അതുപോലെ സാലഡുമാണ് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റൈസുകൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ.